ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഫൈനൽ അതുകൊണ്ട് ഓക്കെ, ഇത് യൂട്യൂബിലിടും ആസ് എ കേസ് സ്റ്റഡി. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് പറയും? ഈ മാസം 31 കൂടി ഒരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, അപ്പൊ അതിന് ഒരു ക്ലാരിറ്റി. ആയിക്കോട്ടെ. ഈ ഡിസിഷൻ പേഴ്സണൽ ആണോ, പ്രൊഫഷൻ ആണോ, ബിസിനസ് ആണോ, കരിയർ ആണോ, റിലേഷൻഷിപ്പ് ആണോ, എന്താണ്? ബിസിനസ്. ഈ ഒരു ഡിസിഷൻ യെസ് ആണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? 3 ഗുണങ്ങൾ പറയാം. ഡിസിഷൻ യെസ് എന്നുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിലവില് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളും കമ്മിറ്റ്മെന്റും ഒക്കെ സോൾവ് ചെയ്ത് വളരെ നല്ല മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അതിൽ, അല്ലേ? ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ. അതെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഒന്നുകൂടെ പറയാം. വേറെ എന്തൊക്കെ ഉണ്ടാവും അതിൽ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ നിലവിലുള്ള ബിസിനസിന്റെ ഇപ്പോഴത്തെ സ്ട്രഗിളിങ് അവസ്ഥയിലാണ്. അപ്പൊ അത് വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബാധ്യതകൾ അത് പിന്നെ എങ്ങനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഐഡിയ ഇല്ല. പക്ഷെ ചെറിയൊരു മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള ബാധ്യതകളൊക്കെ തീർത്തിട്ട് നല്ല നിലയിൽ കൊണ്ടാക്കുക എന്നുള്ള ഒരു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അതെ അതെ. ഓക്കെ, ഗ്രേറ്റ്. ഇത് നോ എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നഷ്ടങ്ങൾ വരാം, അല്ലെങ്കിൽ അതിൽ ഗുണങ്ങൾ ഉണ്ടാവുന്ന എനിക്കറിയില്ല. നോ എന്ന് പറയുമ്പോൾ ഏതാ കൂടുതൽ കിട്ടുക? നഷ്ടമാണോ? റണ്ണിങ് ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടായ ഇൻവെസ്റ്റ്മെന്റിന്റെ ലോസും ഇനിയുള്ള ഒരുപാട് ഇതൊക്കെ വീട്ടാനുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വേറെ എന്തെങ്കിലും വഴിയിൽ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഗുണമുള്ളത്? അത് നിലവിലുള്ള ഇത് മാറ്റം വെച്ചിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാണ് എന്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ് എന്ന് പറയണ്ട, ആ ബിസിനസ് ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ്, അല്ലേ? സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ്. അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കടങ്ങളൊക്കെ വീടും ചെയ്യും, നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോവുകയും ചെയ്യാം. Am I right? ശരിയല്ലേ? ഞാൻ ഒരു പാർട്ണർ മാത്രമല്ല, ഞാൻ മാത്രമല്ല ഡിസിഷൻ മേക്കർ, ഞാൻ ഒറ്റയ്ക്കല്ല. ഓക്കെ, എത്ര പേരുണ്ട് അതില്? ഇതിന്റെ മെയിൻ പാർട്ണർ എന്റെ ഫ്രണ്ട് ആണ്. അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഈ ബിസിനസ്സിലുണ്ട്. ഞാൻ അതിലെ ജോയിനർ ആണ്. ഐ ആം ദ ജോയിനർ. പിന്നീട് വന്നതാണ്. 10 വർഷമായിട്ട് ബിസിനസ് റൺ ചെയ്ത് പോയിരുന്നു. ഫ്ലഡിന്റെ ശേഷം വലിയ ലോസ് ഉണ്ടായി. പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ടിങ് തൊട്ടേ എന്റെ പാർട്ണർ ജ്യേഷ്ഠനാണ് അത് മൊത്തത്തിൽ നോക്കാനും ഹാൻഡിൽ ചെയ്യാനും ഏൽപ്പിച്ചിരുന്നത്. പിന്നെ അവിടെ ആ സ്ഥാപനം ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നു, കുറച്ച് നല്ല പെർഫോം ചെയ്യുന്ന ആളാണ്. അയാളും ആ സ്ഥാപനത്തിലുണ്ട്. ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോയിന്റെ അടുക്ക് പിന്നെ ഫ്ലഡിന്റെ സമയത്ത് കുറെ ലോസ് വന്നു. പിന്നീട് ബിസിനസ് കുറെ ഡൗൺ ആയപ്പം കുറെ എക്സ്പെൻസ് ചുരുക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. കുറെ ആളുകളൊക്കെ നമ്മളായിട്ട് ഒഴിവാക്കിയതല്ല, കൊണ്ടവരെ കൊഴിഞ്ഞു പോയി. അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം നിലവില് നമ്മുടെ പാർട്ണറുടെ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ആള് അത്ര പോസിറ്റീവ് ആയിട്ടൊന്നും കാണുന്നില്ല. എപ്പോഴും ഭയങ്കര നെഗറ്റീവായിട്ട് റിസ്ക് ഏറ്റെടുക്കുക. നല്ല കമ്മ്യൂണിക്കേറ്ററാണ്, എല്ലാവരെയും കണക്ഷനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഒരു 100% പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. പിന്നെ എപ്പോഴും നെഗറ്റീവായിട്ട് സ്ഥാപനം പൊളിഞ്ഞു, വലിയ നഷ്ടം വരുന്ന ഇങ്ങനെ നിരന്തരം പറഞ്ഞ് പാർട്ട്നേഴ്സിനൊക്കെ വല്ലാണ്ട് ഒരു ഇതാക്കും. ശരിക്കും അദ്ദേഹം ഒരു ടോക്സിക് ലീഡർ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ സജഷൻ എന്റെ മറ്റു മാനേജേഴ്സിനോട് പറഞ്ഞു, എന്റെ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിലെ മാനേജേഴ്സിനോട് പറഞ്ഞു. അപ്പൊ ഞാനത് എന്റെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്തു. ആളുടെ അനിയനാണ് പിന്നെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അയാൾക്ക് എന്നാലും നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ എന്നുള്ള എന്റെ സജഷൻ പോലെ അവർക്ക് ഡിസൈഡ് ചെയ്യും. അപ്പൊ ഈ 31st മീറ്റിംഗ് നിങ്ങൾ പറഞ്ഞല്ലോ, ഡിസിഷൻ മേക്കിംഗ് ഡേ, അതില് ഈ ജ്യേഷ്ഠൻ ഉണ്ടാവോ? ജ്യേഷ്ഠൻ. ഓക്കെ, ഈ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനില്ല, അനിയൻ. ജ്യേഷ്ഠനെ നമ്മൾ ഉൾപ്പെടുത്തില്ല. പാർട്ണർ അനിയനാണ്, അനിയൻ ഉണ്ടാവും. ഓക്കെ, അനിയൻ ഉണ്ടാവും.
അപ്പം ആ ഡിസിഷൻ അവിടെ എന്തായിരിക്കും? നിങ്ങൾ ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഡിസിഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ വൈൻഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞു? നിലവിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകും, അതിന് പുറമെ കുറച്ച് പൈസകൾ കമ്മിറ്റ്മെന്റ് കൊടുക്കാനുള്ളത്, അതൊക്കെ ഏകദേശം എത്ര റുപ്യ നിങ്ങൾക്ക് നഷ്ടം വരും? about 60 lakh വരും. about 60 lakh. ഇതിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? നമുക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ഒരു 10-15 ലക്ഷം ഉണ്ടായാൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് പോവാം. 15 ഈ 15 ലാക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോഴേ നഷ്ടപ്പെടുള്ളൂ. ഒഴിവാക്കുന്നതിൽ നഷ്ടപ്പെടില്ല. ഷോറൂമുകൾ, ഇന്റീരിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് 15 lakhs പമ്പിൻ ചെയ്യണതാണ് നല്ലത്, ഈ 60 lakhs നഷ്ടം വരുന്നേക്കാൾ നല്ലത് ഈ 15 lakhs പമ്പ് ചെയ്യണമാണോ നല്ലത്? 15 lakh പമ്പ് ചെയ്യണ നല്ലതാണ് എന്റെ കാഴ്ചപ്പാട്. ആണെന്നല്ലേ? ഓക്കെ, അതിന് ഈ ബ്രദർ സപ്പോർട്ട് ചെയ്യോ? ഐ മീൻ ഞാൻ പറഞ്ഞ പാർട്ട്ണർ സപ്പോർട്ട്? ബ്രദർ സപ്പോർട്ടീവ് ആണ്, പാർട്ട്ണർ സപ്പോർട്ടീവ് ആണ്. നമ്മുടെ ഇദ്ദേഹം സപ്പോർട്ടീവ് അല്ല, നമ്മുടെ ജ്യേഷ്ഠൻ കട നോക്കി നടത്തുന്ന ആൾ സപ്പോർട്ടീവ് അല്ല. ഓക്കെ, ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പ് നോക്കരുത്, ബിസിനസ്സേ നോക്കാൻ പാടുള്ളൂ. ചില സമയത്ത് ബിസിനസ്സേ നോക്കാൻ പാടുള്ളൂ. ബിസിനസ് ആണ് വലുതെന്ന് വെച്ചാൽ ബിസിനസ് നോക്കാൻ പാടുള്ളൂ. അവിടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അവര് ഒരു ടോക്സിക് ആയിട്ട് മാറും, അവർ നിങ്ങൾക്കൊരു ശല്യമായിട്ട് മാറും. മനസ്സിലാവണ്ടോ? അപ്പം നിങ്ങളെ പാർട്ട്ണർ ബ്രദറിനെ ഒഴിവാക്കാൻ റെഡിയാണോ ബിസിനസ്സിൽ നിന്ന്? റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് അവർക്ക് ഒത്തുപോകാൻ പറ്റാത്ത വിഷയം ഈ നെഗറ്റീവ് ടോക്സും ഒരു നല്ല വേറെ വലിയ ബിസിനസ് നടത്തുന്ന ആളായതുകൊണ്ട് ആൾക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഈ ഒരു വ്യക്തിനെ ഒഴിവാക്കാണ്, കാരണം ഇയാൾ ടോക്സിക്, നിങ്ങൾ പറഞ്ഞ മാത്രം കേട്ടിട്ടുള്ളൂ കേട്ടോ, അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഇയാളൊരു ടോക്സിക് ലീഡറാണ്. ഈ ടോക്സിക് ലീഡറിനെ ഒഴിവാക്കിയിട്ട് അവിടെ മാനേജർ കാര്യം പറഞ്ഞല്ലോ, മാനേജർ എങ്ങനെയുണ്ട്? ആള് പോസിറ്റീവ് ആണ്, പക്ഷെ നമുക്ക് ആളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഒരാളെ സ്ഥാപനത്തിൽ വേണം. ആൾ പോസിറ്റീവ് ആണ്, നല്ല വർക്ക് ചെയ്യും, കണക്ഷൻ ഒക്കെ ഉണ്ടാക്കും, പ്രോഫിറ്റ് ഉള്ള സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അയാളെ സെയിൽ നല്ല വൃത്തിയുള്ളതും പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഗുണങ്ങളുണ്ട്, ബിസിനസ് ഗുണമുണ്ടായി ആളെ കൊണ്ട്. പക്ഷെ ഒക്കെ എപ്പോഴും വിജിലന്റ് ആയിക്കോ, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അബ്സല്യൂട്ട്ലി. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ആദ്യം അത് ഈ ജ്യേഷ്ഠനെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും, നമ്പർ 1. നമ്പർ 2, നിങ്ങൾക്ക് ആ 15 lakhs ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. am I right? എന്നിട്ട് നല്ല കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ മാനേജറിനേക്കാൾ, ഇപ്പൊ മാനേജർ നിങ്ങൾ പറഞ്ഞു വിജിലന്റ് ആയിരിക്കണം, നിങ്ങൾ ഉപയോഗിച്ച വാക്കാണത്. ഓക്കെ, അപ്പൊ വിജിലന്റ് ആവാത്ത രീതിയിലുള്ള നല്ലൊരു സ്റ്റാഫ് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റണം, ഹൂ ഇസ് മച്ച് മോർ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തി. അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, അയാൾ വരാൻ റെഡിയാണ്. ആളെ കൊണ്ട് ഞങ്ങൾ അയാളുടെ ആവശ്യപ്പെട്ട ഒരു സെർച്ച് ചെയ്ത് ഒരു ഉത്തരവാദിത്തം കിട്ടാൻ വേണ്ടി ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ്, ചെറിയൊരു ഫണ്ട് അയാളുടെ ആവശ്യപ്പെട്ടു. അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് അത്. പക്ഷെ അയാൾ പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണ്, പക്ഷെ അയാൾക്ക് ഫണ്ടില്ല, അയാളെ ബിസിനസ് നടത്തി അത് വിറ്റ് ഇപ്പം 0-ൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ അവിടെ ഒരു ആള് സർക്കംസ്റ്റാൻസസ് അത് അയാൾക്ക് പറ്റുന്നില്ല അല്ലെ? അപ്പൊ നമുക്കത് മനസ്സിലാക്കാം, അയാൾ പറ്റാത്ത കാരണമാണ് അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ആൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടോ? 100% താല്പര്യം. ഇൻവോൾവ്മെന്റ് കിട്ടുമ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾ എടുക്കണമെങ്കിൽ അത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം ആളെടുത്ത് ഇല്ലാത്ത കാരണമാണ്. പിന്നെ ചിലവരുണ്ടാവും, എങ്ങനെ വെച്ചാൽ അവര് എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിരിക്കും, ചിലവര് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയാം ഓൺടർപ്രണർഷ്യൽ മൈൻഡ് സെറ്റ് ആയിരിക്കും ചിലർക്ക്. ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇയാൾക്ക് ഒരു ഓൺടർപ്രണർ ഒരു മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലാണ്ട്? അപ്പൊ ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ആളെടുക്കണ യാതൊരു തെറ്റില്ല. ക്ലാരിറ്റി കിട്ടിയോ? ഉറപ്പാണോ? 100%? 0 to 10 എത്ര പെർസെന്റ് കിട്ടി? 9. ഓക്കെ, ഹാപ്പി അല്ലേ? നിങ്ങൾ ഈ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയണ്ടോ, ഒന്നുമില്ലെങ്കിൽ അത് ഇവിടെ ആയിരിക്കും, എന്താണ് നിലമ്പൂർ ആ സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ വയനാട് ആയിരിക്കും. മുക്കം. ഓക്കെ, ഗ്രേറ്റ്. ബിസിനസ് ഒന്നും പറയണ്ടോ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു.